നമ്മൾ മുട്ടക്കറി ആക്കാനുള്ള പരിപാടിയിലാണ്. 6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യണം. കുറച്ച് കല്ലുപ്പ്, ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടി കയ്യിലുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കല്ലുപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളെ മുട്ടേൻ്റെ തോട് നല്ല രീതിയിൽ അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റെഡിയായി, അതായത് മുട്ട പുഴുങ്ങി എടുത്തതിന് ശേഷം നമുക്ക് തോല് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ഇത് പുഴുങ്ങുന്നത്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തിട്ടത്ര തക്കാളി, ഉള്ളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണത്ര. അപ്പോൾ കട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ ഇതിൽ ഓരോരോ മുട്ടക്കറി ആക്കുന്ന അതിലേക്ക് ആഡ് ചെയ്യുമ്പം ഓരോന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടുന്ന ഐറ്റംസ്: പച്ചമുളകുണ്ട്, ഉള്ളിയുണ്ട്, അതേപോലെ തക്കാളി, പിന്നെ ഇഞ്ചിയുണ്ട്. ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചി നമുക്ക് വേണ്ടു. ഇതാണ് ഇഞ്ചി, ഇത്ര പോലെ ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചി. ഓക്കെ, പിന്നെ കരിവേപ്പില. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അരിഞ്ഞു വെക്കാനുണ്ട്. നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടുന്ന മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചപ്പറങ്കി, തക്കാളി. നമ്മൾ ചീരച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, നമുക്ക് അത്യാവശ്യം ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളി വരട്ടുന്നുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, പിന്നെ അത്യാവശ്യം ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വെളുത്തുള്ളി നമുക്ക് എടുക്കാനാണ്. വെളുത്തുള്ളി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടുന്ന തക്കാളി, ഇഞ്ചി, കരിവേപ്പില, പറങ്കി, ഇത്രയും ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം പറങ്കിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ പറങ്കിപ്പൊടി ഇട്ടു, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി. ഇത്ര ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ച് വരുമ്പോഴാണ് ഇതിൽ കുറച്ച് ഗരം മസാല ഇട്ടതിന് ശേഷം, വളരെ കുറച്ചാണ്, കുറച്ച് ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് കുറച്ച് ഗരം മസാല, നമുക്ക് അത്യാവശ്യം അത്രേ വേണ്ടു, വളരെ കുറച്ച് ഗരം മസാല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം മുട്ടത്തോട് പൊളിച്ച് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മുട്ടക്കറി എങ്ങനെയുണ്ട്? എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.